可爱的你是我。 ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ട്വിൻ മം യൂട്യൂബ് വ്ലോഗ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും, ഓൺ വോയിസ് വീഡിയോ. ഞാനങ്ങനെ ഇതുവരെ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഡാൻസിന് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. ഓൺ വോയിസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ട്വിൻ മാമിൻ്റെ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ലോങ് വീഡിയോസ് എടുക്കാമെന്നുള്ള വിചാരിച്ച് ജസ്റ്റ് മൈൻഡൊക്കെ സെറ്റാക്കി വെക്കും, പക്ഷെ അത് എടുക്കാറില്ല. ഇന്നിപ്പോൾ ഒന്ന് വിചാരിച്ചു പെട്ടെന്ന് എടുക്കാമെന്ന്, അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുക്കാൻ റെഡി ആയതാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ട്വിൻ മോം യൂട്യൂബ് ചാനൽ. ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ പറയാൻ വിചാരിക്കുന്നത് ട്വിൻ മോം യൂട്യൂബ് ചാനലായതുകൊണ്ട് തന്നെ ട്വിൻ മോമിനെ പറ്റി തന്നെ പറയാൻ വിചാരിച്ചു. മീ ആസ് എ ട്വിൻ മോം, എൻ്റെ ഈ ലൈഫ് എങ്ങനെ പോകുന്നതെന്നും മൈ റൂട്ടീൻസ് കാര്യങ്ങളും ഒക്കെ എങ്ങനെയെന്ന് പറയാൻ വിചാരിച്ചു. ഒരു ട്വിൻ മോമായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്ന കുറേ നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഡെലിവറിക്ക് മുമ്പേ, ബിഫോർ ഡെലിവറി ആൻഡ് ആഫ്റ്റർ ഡെലിവറിയിലും എൻ്റെ ക്യാരക്ടേഴ്സ് തമ്മിൽ നല്ല മാറ്റമുണ്ട്. നല്ല ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ട്. ആഫ്റ്റർ ഡെലിവറി എൻ്റെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രീം തന്നെ ലെവലിലേക്ക് പോയെന്ന് തന്നെ പറയാം. നമുക്ക് ഒരു കുട്ടിയുള്ള ഒരാളെ അപേക്ഷിച്ച് ട്വിൻ മാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ഡിപ്രഷൻ ഇതൊക്കെ താങ്ങാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനപ്പുറമാണ്. നമുക്ക് ഒരാൾ കൂട്ടുണ്ടെങ്കിൽ പോലും കുറേയൊക്കെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ കുറേ, അതിപ്പോൾ അമ്മ, നമ്മുടെ അച്ഛൻ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ, അമ്മ, ഇവരെയൊന്നും ആരും ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്നില്ല. ഹസ്ബൻഡ് പോലും ചില ടൈമിൽ നമ്മൾ കൂടെ ഉണ്ടാകുന്നില്ല. കുറേ കാര്യങ്ങൾ, അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ മനസ്സിലാവാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും അവർക്ക്. അത് ഹസ്ബൻഡാണെങ്കിലും നമ്മൾ സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വിൻ മാമിനായിരിക്കും വേറൊരു ട്വിൻ മാമിന് മനസ്സിലാവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു അമ്മായിക്കോട്ടെ, ഞാൻ പറയുന്നവരുടെ മെയിൻ ഡയലോഗ് ഉണ്ടാവും, ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്, ഞാനൊക്കെ ഒരുപാട് പ്രസവിച്ചിട്ടുള്ള എന്നുള്ളൊരു മെയിൻ ഡയലോഗ് ഉണ്ടാവും. അതൊന്നും അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. അത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇക്കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന ടൈമിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ച് തന്നെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾക്കാരെയൊക്കെ നിർത്തിയാണ് നോക്കിയിട്ടുള്ളത്. എൻ്റെ മദർ ഇൻ ലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അത്ര സക്സസ്ഫുള്ളായിട്ടല്ല അവിടെ നിന്നിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ പോലും എനിക്ക് നല്ലൊരു എന്താ പറയുക, ആഗ്രഹിച്ച പോലത്തെ ഒരു വെൽക്കം ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതും എല്ലാം കൂടി നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര ഉള്ളിലിരുന്ന് തന്നെ ഒരു പ്രഷറാണ്. നമ്മൾ തന്നെ ഒരു പ്രഷർ കുക്കറാണെന്ന് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രഷർ കുക്കർ ചിലപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുമായിരിക്കും. അതുപോലെയാണ് ഇങ്ങനെ പ്രഷർ ഉള്ളിൽ ഇങ്ങനെ താങ്ങി ചിലപ്പോൾ നമ്മൾ വായന്ന് വരുന്നത് എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ടൈം ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ടൈം ആയിക്കോട്ടെ, ആഫ്റ്റർ ഡെലിവറി എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോഴത്തെ എൻ്റെ റുട്ടീൻസ് എന്നൊക്കെ പറയുവാണെങ്കിൽ രാവിലെ ഇപ്പം അങ്ങനെ ഓവറായിട്ട് എണീക്കേണ്ട കാര്യങ്ങളില്ല, കാരണം എൻ്റെ അച്ഛനും അമ്മയും നോക്കുന്നുണ്ട്. അവർ രാവിലെ എണീറ്റ് ബേബീസിനെയൊക്കെ നോക്കിക്കോളും. പാലൊക്കെ കൊടുക്കാനായിട്ടാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ലാക്ടോജിൻ 2 ആണ് കൊടുത്തു തുടങ്ങണം. 6 months ഒക്കെ കഴിഞ്ഞതാണ് എൻ്റെ ബേബീസിൻ്റെ. 8th month സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അവർക്കിപ്പോൾ ലാക്ടോജിൻ 2 കൊടുക്കുന്നുണ്ട്. 2 പേർക്കും കൂടെ മാനേജ് ചെയ്തിപ്പോൾ നമുക്ക് ബ്രസ്റ്റ് മിൽക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, എനിക്കൊരു 6 month കഴിഞ്ഞപ്പോഴേക്കും ബ്രസ്റ്റ് മിൽക്ക് പയ്യെ കുറയാൻ തുടങ്ങി. ഇതും യൂസ് ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് ഏൽക്കുന്നുണ്ടായില്ല. കുറച്ച് വരുമ്പോഴത്തോറും ട്വിൻ മാംസിന് ഇത് റിലേറ്റഡ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ട്വിൻസിൻ്റെ മാംസിനുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്തേക്ക്. ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ
ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയാം എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് ഇപ്പോൾ ട്വിൻ ബോയ്സ് ആയതുകൊണ്ട് ഓവറായിട്ടുള്ളൊരു ശല്യം ഉണ്ടോയെന്ന് ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും നീ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ അവന്മാർ കിടന്നുറങ്ങിയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേബീസ് ട്വിൻ ബോയ്സ് ആയതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, ഇങ്ങനെ മാനേജ് ചെയ്യുന്നു, അങ്ങനെ കുറേ എൻ്റെ കസിൻസ്, റിലേറ്റീവ്സ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കും. അപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലവരതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് തോന്നിക്കുമ്പോഴാണ് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ ഇത് തോന്നിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റിങ് എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ട് ഞാനത് ഫീൽ ചെയ്തിട്ടില്ല. ഇതൊരു ഹാപ്പിനെസ്, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിച്ചത് ഞാനായിട്ട് തന്നെ അത് വരുത്തിയതാണ്. അല്ലാണ്ട് ഇവർ എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് തന്നു വന്നതൊന്നുമല്ല. അപ്പോൾ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ ഞാനായിട്ട് തന്നെ ഞാനൊരു പാരൻറ്റിങ് ആയിട്ട് ഞാൻ തുടങ്ങി. അതായത് നമുക്കൊരു 10 month എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തുടങ്ങി നമ്മൊരു പാരൻറ്റിങ്ങിലേക്ക് ആയിക്കൊണ്ടേ ഇരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു 10 months തന്നെ തരുന്നതെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ തുടങ്ങി നമ്മൊരു പാരൻറ്റിങ് ആയി, നമ്മൊരു അമ്മയായി, നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം, ഇവരെങ്ങനെ എങ്ങനെ വളർത്തും എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം. ഇതൊക്കെ നമ്മുടെ അച്ഛൻ നോക്കിക്കോളും, അമ്മ നോക്കിക്കോളും, അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റിങ് നമ്മുടെയും ഹസ്ബൻഡിൻ്റെയും കൂടെ ഒരു മാത്രമായിട്ടുള്ളതാണ്. അല്ലാണ്ട് പാരൻറ്റിങ്ങിന് മാത്രമായിട്ട് വിട്ട് കൊടുക്കരുതെന്ന് ഞാൻ. അത് അച്ഛനും അമ്മനെയും കണ്ട് തന്നെ പിള്ളേർ വളരണം. അല്ലാണ്ട് അപ്പൂപ്പനെയും അമ്മൂമ്മനെയും കണ്ട് വളരണം, അവരെ കണ്ടു വളരണം, അവരുടെ പണ്ടത്തെ കാര്യങ്ങളായിരിക്കും അവർ പഠിക്കാൻ പോകുന്ന. അങ്ങനെയല്ല, ഇപ്പോഴത്തെ ജനറേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം നല്ലത്. ഇപ്പോഴത്തെ ഞാൻ അങ്ങനെയാണ് വിചാരിച്ച് വെച്ചേക്കണം എൻ്റെ പാരൻറ്റിങ്ങിനെ പറ്റി. ഇപ്പോൾ ഡെയിലി റൂട്ടീൻസൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് റൂട്ടീനൊന്നുമില്ല. ജസ്റ്റ് നിൽക്കുക, എഴുന്നേറ്റ് വരിക, പല്ലേക്കുക, വെറുതെ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫേസ് വാഷ് വെച്ചിട്ട്, എന്തെങ്കിലും ഫേസ് വാഷ് വെച്ചിട്ട്, ചിലപ്പോൾ ഫേസ് വാഷ് ഇല്ലെങ്കിൽ ഞാൻ ഇവരുടെ സോപ്പിട്ടായിരിക്കും മുഖം കഴുകുന്നത്. ഇവരുടെ സോപ്പൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല, കെമിക്കലൊന്നും ഉണ്ടാകത്തില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മുഖം കഴുകുക. പിന്നെ രാവിലെ കുളിക്കാൻ പറ്റുകയാണെങ്കിൽ രാവിലെ കുളിക്കും. അങ്ങനെ ചില കാരണവന്മാർ പറയും രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊക്കെ വേണം. ഞാൻ ഒരിടക്ക് വരെ അങ്ങനെ ചെയ്യുമായിരുന്നു, പിന്നെ അത് നിർത്തി. ഇപ്പം എനിക്കിഷ്ടമുള്ള ടൈമിലാണ് കുളിക്കുന്നത്. പിന്നെ അച്ഛനമ്മ ഉള്ളപ്പോൾ അച്ഛനമ്മ വരുമ്പോഴായിരിക്കും ഞാൻ കുളിക്കുന്നത്. അങ്ങനെയുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഹാബിറ്റ്സൊക്കെ പറയുവാണെങ്കിൽ അതൊക്കെ എൻ്റെ ഇപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ഒന്നും കറക്റ്റിങ് അല്ല. കാരണം ഇവന്മാർ ഉറങ്ങിയ ടൈമിൽ എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇപ്പം രാവിലെ തുടങ്ങി വൈകുന്നേരം ഈവനിങ് വരെ ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് അവന്മാർ ട്വിൻസിനെ നോക്കിക്കൊണ്ടിരിക്കണം, വേറെ ആരുമില്ല. അതിപ്പോൾ അവന്മാർ ജനിച്ച് ഒരു 2-3 മാസം വരെ എനിക്ക് ഹെൽപ്പിങ്ങിന് ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇപ്പോൾ 8-ാം മാസം കഴിയാറായി. ഈ 8-ാം മാസം വരെ ഇപ്പം ഞാനാണ് അവന്മാരെ വീട്ടിലൊറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈവനിങ് ആകുമ്പോഴേക്കും അച്ഛനമ്മ ചേട്ടൻ എല്ലാവരും വരുന്നത്. അങ്ങനെ അപ്പോൾ എൻ്റെ ഈ ടീമും അമ്മേൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും പുതിയതായിട്ടുള്ളതൊക്കെ ഇറക്കുന്നതാണ്. പുതിയതായിട്ട് ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും കണ്ടിന്യൂസ് ആയി ചെയ്യും. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി കുറേ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ബൈ.